ഹായ് ഹലോ എവരിവൺ വെൽക്കം ടു ഓട്ടോടോക്സ് അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണ്, അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, എന്നാലും നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ആവേശങ്ങൾക്കിടയിൽ ഇന്ത്യ ചെയ്ത മറ്റൊരു സീരീസ് കൂടി വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട നാണം കെട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നില്ല, കുറേ പേർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം, ഞാൻ കഴിഞ്ഞ ദിവസം ആരോ FB ഒരു പോസ്റ്റ് ഉണ്ട്, ഇന്ത്യ തോറ്റു എന്നൊക്കെ നമ്മൾ വാർത്ത കൊടുക്കുന്നതൊക്കെ വളരെ വലിയൊരു രാജ്യദ്രോഹ കുറ്റമൊക്കെ ആയിട്ട് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ BCCI ടീം ഇന്ന് ഇതാ ഇംഗ്ലണ്ടിനോട് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് 4-0. അപ്പോൾ സമീപകാലത്ത്, അതായത് കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ ഒരു സീരീസ് പോലും തോക്കാത്ത ഇന്ത്യ ഇതാ കഴിഞ്ഞ 2 മാസത്തിൽ 2 സീരീസ് തോറ്റു. ഇതാ ഒരു വൈറ്റ് വാഷും അങ്ങനെ വളരെ മികച്ച ഒരു സമയത്തിലൂടെയാണ് നിലവിൽ ഇന്ത്യൻ ടീം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസ് സ്റ്റാർട്ടിങ് തൊട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. കാരണം അയർലാൻഡിനെതിരെ ഇന്ത്യ സീരീസ് പരാജയപ്പെട്ടിട്ടാണ് ഇംഗ്ലണ്ടിൽ T20 കളിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ T20 വിജയിച്ചേ പറ്റൂ. അയർലാൻഡിനോട് പോലും തോറ്റ ഇന്ത്യ വേൾഡിൽ നമ്പർ 2 ഉള്ള ഇംഗ്ലണ്ടിനോട് ജയിക്കും എന്ന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇന്ത്യ കാത്തു. ഇന്ത്യ 4-0 തോറ്റു. അങ്ങനെ 1600ഓളം ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ T20 1-ാം റാങ്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ T20 2-ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. 1-ാം സ്ഥാനം നിലവിൽ ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് ടു ഹാരി ബ്രൂക്ക് ആൻഡ് കോ. അപ്പോൾ ഇംഗ്ലണ്ടിലായിരുന്ന സീരീസിൽ ഫസ്റ്റ് മത്സരം നോ റിസൾട്ട് ആയിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ സഞ്ജു സാംസനെ മാറ്റി അവിടെ വൈഭവ് സൂര്യവംശിയെ കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. അപ്പോൾ സഞ്ജു സാംസണെ എന്തുകൊണ്ട് മാറ്റിയെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണിംഗ് സ്പോട്ടിന് വേണ്ടിയിട്ടാണ്. വൈഭവ് സൂര്യവംശിയെ പോലെ എലൈറ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ, അവിടെ അത്രയും മീഡിയ അറ്റൻഷനുള്ള, മാധ്യമ ശ്രദ്ധയുള്ള, സൂപ്പർ സ്റ്റാർ ടാഗുള്ള, യങ്സ്റ്റർ ആയിട്ടുള്ള, സെൻസേഷൻ ആയിട്ടുള്ള പ്ലെയർ അവിടെ ഓപ്പണിംഗ് സ്പോട്ടിന് വേണ്ടി നിൽക്കുമ്പോൾ ഓപ്പണിംഗ് സ്പോട്ടിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തെറിക്കും എന്നൊരു സിറ്റുവേഷനാണ്. അതും ആരാണ് പുറത്താവുന്നത്? ഈ അയർലാൻഡ് സീരീസിന് മുന്നേ നടന്ന T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ടൂർണമെന്റിലെ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ട് മാറിയ സഞ്ജു സാംസണാണ് പുറത്താവുന്നത്. ഏറ്റവും വലിയ വിരോധാഭാസമായ ഒരു കാര്യം. അപ്പോൾ സഞ്ജു സാംസൺ പോലും ടീമിൽ സ്ഥിരതയില്ലേ? അത്രയും ടഫാണോ ഇന്ത്യൻ ടീമിലെ അവസ്ഥ? അല്ലെങ്കിൽ അത്രയും ടഫാണോ അവിടെ സ്ഥാനം നേടിയെടുക്കുക എന്നൊക്കെ പലരും ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. സഞ്ജു സാംസണ് മാത്രമാണ് അവിടെ അത്രയും പ്രശ്നമുള്ളൂ. വേറെ പല പ്ലേയേഴ്സിൻ്റെയും അല്ലെങ്കിൽ വേറെ ചില പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് എടുത്തൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഡൗട്ട് മാറി കിട്ടും. അങ്ങനെ ആദ്യത്തെ T20 മത്സരത്തിന് ശേഷം വൈഭവ് സൂര്യവംശിയുടെ സെൻസേഷണൽ എൻട്രി ആയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോടുള്ളത്. അങ്ങനെ ആർച്ചറിനെ 6 ഒക്കെ അടിച്ച് അദ്ദേഹം തുടങ്ങി. പിന്നീട് ആ ഒരു 6 കൂടി ആ ഇന്നിങ്സ് നീണ്ടെന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് അവിടെ അവസാനിച്ചു. അങ്ങനെ 3 ഇന്നിങ്സുകളിലായിട്ട് 50 റൺസ് പോലും എടുക്കാനായിട്ട് വൈഭവ് സൂര്യവംശിക്ക് സാധിച്ചില്ല. വളരെ ഹൈപ്പോടുകൂടി ക്രിക്കറ്റിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്റർനാഷണൽ ടീമിലോട്ട് വന്നതാണ് അദ്ദേഹം. പക്ഷെ ആ ഹൈപ്പിനോട് നീതി പുലർന്ന ഇന്നിങ്സ് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല. ഈ വൈഭവ് സൂര്യവംശിയുടെ ഒരു ഡെബ്യൂട്ടിന് മുൻപ് ആർച്ചർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. അതായത് ഇന്ത്യയിലെ പോലെ ഉള്ള കണ്ടീഷൻസ് അല്ല ഇവിടെ ഇംഗ്ലണ്ടിലുള്ളത്. ഇന്ത്യയിലെ പോലെ ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ്സ് അല്ല ഇവിടെ, പേസും ബൗൺസും ഉള്ള വിക്കറ്റ്സ് ആണ് ഇവിടെ. വൈഭവ് സൂര്യവംശിക്ക് പിടിച്ചു വെക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇന്റർനാഷണൽ മാച്ചുകളിൽ ഇന്ത്യൻ AQ ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ അണ്ടർ-19 ഒക്കെ കളിക്കുമ്പോൾ ഇന്റർനാഷണൽ മാച്ചുകളിൽ വൈഭവ് സൂര്യവംശി ഷോർട്ട് ബോളിനെതിരെ പതറുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഈവൻ IPL പോലും ഓഫ് സ്റ്റമ്പിന് പുറത്ത് വരുന്ന ഷോർട്ട് ബോളുകളിൽ അദ്ദേഹം പലപ്പോഴും ഔട്ട് ആവാറുണ്ട്. പക്ഷെ അവിടുത്തെ പേസ് വേരിയേഷൻ ആണ്. അവിടെ അത്രത്തോളം സ്പീഡില്ല, അല്ലെങ്കിൽ 120-130 കിലോമീറ്റർ സ്പീഡിലൊക്കെ പല പന്തുകളും വരാറുള്ളൂ. പക്ഷെ ഇംഗ്ലണ്ടിലോട്ട് എത്തിയപ്പോൾ ഇവിടെ 140 മുകളിൽ, ആർച്ചറിന്റെ പോകുന്ന 150 അടുത്തൊക്കെ ക്ലോക്ക് ചെയ്യുന്നതാണ്. അപ്പം അത്രത്തോളം പേസുകൾ ഡെലിവറി ജഡ്ജ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം 3 കളികളും പരാജിതമായിട്ട് അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തായി. അങ്ങനെ ഇന്ന് 5ാമത്തെ T20 സഞ്ജു സാംസൺ തിരിച്ചു വന്നു. സഞ്ജു സാംസൺ തിരിച്ചു വരുമ്പോൾ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ അടുത്ത സിംബാബ്വെക്കെതിരെയുള്ള സീരീസിൽ സഞ്ജു സാംസൺ സ്ക്വാഡിലില്ല. സഞ്ജു സാംസൺ റെസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് മാത്രം കളിക്കുന്ന പ്ലെയർക്ക് റെസ്റ്റ് ചെയ്യും? അവിടെ സഞ്ജു സാംസനെ ടീമിൽ നിർത്ത് കളയാണ്. അതായത് സഞ്ജു സാംസനെ പോലത്തെ ഒരു പ്ലെയർ വേൾഡ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് വേൾഡ് T20 ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ടുള്ള പ്ലെയർ ടീമിലെ 3 മോശം പെർഫോമൻസിന് ടീമിൽ നിന്ന് എടുത്ത് കളയുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കി പ്ലെയേഴ്സ് ഇഷൻ കിഷന്റെ പെർഫോമൻസുകൾ ഭയങ്കര കൺസിസ്റ്റന്റ് ആണോ? അല്ല. അക്സർ പട്ടേൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയറാണ്. അക്സർ പട്ടേലിന്റെ അടുത്ത കഴിഞ്ഞ കാലത്ത് ഇറങ്ങി മികച്ച പെർഫോമൻസ് ഏതായിരുന്നു? അയർലാൻഡിനെതിരെ ഇംഗ്ലണ്ടിനെതിരെയും കളിച്ച മത്സരങ്ങൾ കണ്ടിന്യൂസ്ലി എടുത്ത് നോക്കിയാൽ ഇന്നത്തെ മത്സരത്തിൽ പോലും 60+ റൺസാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അക്സർ പട്ടേലിന്റെ അടുത്ത കാലത്ത് മികച്ച പെർഫോമൻസ് ഏതാ? തിലക് വർമ്മയുടെ മോശം പെർഫോമൻസുകളായിരുന്നു കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരുന്നത്. തിലക് വർമ്മ ഇന്നാണ് 50 അടിച്ചത്. തിലക് വർമ്മയുടെ സ്ലോ ഇന്നിങ്സുകളായിരുന്നു വന്നത് തന്നെങ്കിൽ പോലും മോശം പെർഫോമൻസുകളായിരുന്നു കുറേ നാളുകളായിട്ട്. ആ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെയുള്ള ഫൈനലിന് ശേഷം തിലക് വർമ്മയുടെ നല്ലൊരു പെർഫോമൻസ്
T20 വേൾഡ് കപ്പിലെ കുറച്ച് ക്ലച്ച് ഇന്നിങ്സുകളുണ്ട്, അത് മറക്കുന്നില്ല. എന്നാൽ പോലും തിലക് വർമ്മയുടെ നല്ല പെർഫോമൻസ് കൊണ്ട് പറയും. ഇന്നാണ് ഒരു 50 അടിച്ചത്, അതും ലോസിംഗ് കോസിലായി പോയി. അതുപോലെ തന്നെ 200+ ഒക്കെ ചേസ് ചെയ്യുമ്പോൾ അഭിഷേക് ശർമ്മയുടെ പെർഫോമൻസ് എന്താണ്? അങ്ങനെ പല പ്ലെയേഴ്സിൻ്റെയും പെർഫോമൻസ് വളരെ ബിലോ പാറാണ്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അതിന്ന് സഞ്ജു സാംസനെ മാത്രം എടുത്ത് വെളിയിലിട്ടത്. അത് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം വീണ്ടും ചാൻസ് ഉണ്ട്. അദ്ദേഹം കീപ്പറായിട്ട് വരുന്നു. അദ്ദേഹം ഇന്ന് പ്രൂവ് ചെയ്താൽ പറ്റും. ഏറ്റവും പ്രഷറോട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസന്റെ അവസ്ഥ. വളരെ ദയനീയമാട്ടോ. കാരണം സത്യം പറഞ്ഞാൽ ഇപ്പം ഏതൊരു പ്ലെയർ ആയാലും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ടൂർണമെന്റിൽ ആ ടീമിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു, ആ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച താരമായി. വേറെ ഏതൊരു പ്ലെയർ ആണെങ്കിലും അടുത്ത 2 വർഷത്തേക്ക് ആ ടീമിൽ എന്തായാലും താനുണ്ടാവും. ഏത് മോശം അവസ്ഥയിലാണെങ്കിലും താൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് വെറും 3 മത്സരങ്ങളുടെ ഒരു ഫോം ഔട്ടിന്റെ പേരിൽ അദ്ദേഹത്തെ വെളിയിലിടുകയാണ്. വീരേന്ദർ സേവാഗ്, അനിൽ കുംബ്ലെ അടക്കമുള്ള മുൻ താരങ്ങൾ പോലും ശക്തമായിട്ടാണ് ഗംഭീറിനെ കാർക്കറിലേക്ക് തീരുമാനത്തെ വിമർശിക്കുന്നത്. പക്ഷെ അവർക്ക് അതൊന്നും പ്രശ്നമല്ല. ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. വീണ്ടും അങ്ങനെ നിൽക്കുവാണ്, കാട്ടിക്കൂട്ടാണ്, എന്തൊക്കെയോ ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മത്സരത്തിലും ഓരോ ടീമാണ്. അങ്ങനെ ഈ നമ്മൾ പാടത്തൊക്കെ ടീമിട്ട് കളിക്കുന്ന പോലെയാണ്, ഓരോ കളിക്കും ഓരോ ടീമായിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ അതിന് മുൻപെടുത്ത് പറയേണ്ടത് സൂര്യകുമാർ യാദവ് ഏത് ലെവലിൽ കൊണ്ടുവന്ന ടീമാണ്. ശ്രേയസ് അയ്യറിനെ അങ്ങനെ നൂലി കെട്ടിയങ്ങ് ഇറക്കി ക്യാപ്റ്റനായിട്ട്. T20 ടീമിൽ സ്ക്വാഡില്ലാത്ത ആളാണ്, ക്യാപ്റ്റനായിട്ടാണ് എൻട്രി ചെയ്തത്. 2 സീരീസും പൊട്ടിച്ച് കളഞ്ഞു. ഒരു 2 മാസമാണ് 2 സീരീസ് നമ്മൾ തോറ്റത്. അപ്പോൾ ശ്രേയസ് അയ്യർ ആസ് എ ബാറ്റർ വലിയ തിരക്കില്ലാത്ത പെർഫോമൻസ് ആണെങ്കിൽ പോലും ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ വളരെ മോശം പ്രകടനമായിരുന്നു. ഇന്ന് തന്നെ 19ാമത്തെ ഓവറൊക്കെ എറിയിച്ചത് ശിവം ദുബൈക്കായിരുന്നു. പറയുമ്പോൾ 2 വിക്കറ്റ് കിട്ടി, പക്ഷേ 22 റൺസാണ് ഓവറിൽ പോയത്. അപ്പോൾ ശിവം ദുബൈനെ എവിടെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും കാര്യമായിട്ട് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളത് മനസ്സിലായി. ഒരിക്കലും ഡെത്ത് ഓവറിൽ കൊണ്ട് എറിയിക്കേണ്ട ഒരു ബോളറായിട്ട് ശിവം ദുബൈനെ തോന്നിയിട്ടില്ല. അദ്ദേഹം മിഡിൽ ഓവേഴ്സിൽ എറിഞ്ഞ് വിക്കറ്റ് എടുക്കുന്ന ഒരു ബോളറാണ്. അദ്ദേഹത്തെ ഡെത്ത് ഓവറിൽ കൊണ്ട് എറിയിച്ച് അവിടെ 10-22 റൺസ് വേണ്ടി 2 വിക്കറ്റ് എടുത്തുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് അവരുടെ ഏറ്റവും ഹയസ്റ്റ് T20 സ്കോർ കണ്ടെത്തിയൊരു മത്സരമായിരുന്നു. അതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം ചുരുക്കിയ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം, കൂടുതൽ ബോറടിപ്പിക്കാതെ പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ത്യക്കെതിരെ 257 എന്ന് പറഞ്ഞൊരു കൂറ്റൻ സ്കോറാണ് അവസാനത്തെ T20 മത്സരത്തിൽ ഇംഗ്ലണ്ട് സ്കോർ ചെയ്തത്. അതും 4-0 ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യുമെന്ന് ഹാരി ബ്രൂക്ക് മത്സരത്തിന് മുമ്പ് പറയുണ്ടായി. ഇന്ത്യയാണെങ്കിൽ നേരം വഴിയിട്ടൊക്കെയാണ് സ്റ്റേഡിയത്തിലോട്ട് എത്തിയത്. പക്ഷെ അതുകൊണ്ട് കളി തുടങ്ങാനായിട്ട് കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സതാംപ്ടണിലായിരുന്നു കളി. ഈ ബൗണ്ടറീസ് ഒക്കെ ഭയങ്കര അൺഈവനായിട്ട് തോന്നി. എന്താണെന്ന് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ അവിടുത്തെ ഗ്രൗണ്ടുകളുടെ പ്രത്യേകതയാണെന്ന് അറിയില്ല. അപ്പോൾ എന്നാലും സതാംപ്ടണിലായിരുന്നു കളി. ടോസ് കിട്ടി, ഇന്ത്യ ബാറ്റിങ്ങിന് അയച്ചു. അവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഫിൽസാൾട്ടിന്റെ വിക്കറ്റ് പോയി, തൊന്നയിച്ച് കൊടുക്കാണ് ഇന്ത്യക്ക് കിട്ടിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ബട്ട്ലറും ഹാരി ബ്രൂക്കും ചേർന്ന് ഇന്ത്യനെ ഇങ്ങനെ വെട്ടി നുറുക്കി അങ്ങ് കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ തന്നെ ബട്ട്ലറിന്റെ സെഞ്ചുറി, അദ്ദേഹം T20 ഏറ്റവും കൂടുതൽ 6 അടിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട്, ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ 6 അടിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് MS ധോണിയുടെ റെക്കോർഡ് അദ്ദേഹം മറികടന്നു. അദ്ദേഹത്തിന്റെ ഐഡലിന്റെ റെക്കോർഡ് തന്നെ അദ്ദേഹം മറികടന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ T20 ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ, അതും ഇന്റർനാഷണലിൽ. അങ്ങനെ എല്ലാം അദ്ദേഹം സ്വന്തമാക്കി. അദ്ദേഹം 130 മുകളിൽ റൺസ് സ്കോർ ചെയ്തപ്പോൾ തന്നെ ഇംഗ്ലണ്ടിന്റെ സ്കോർ 250 മുകളിലോട്ട് എത്തി. ഒപ്പം തന്നെ ഹാരി ബ്രൂക്കിന്റെ 90+. അതിൽ തന്നെ ഹാരി ബ്രൂക്കിന്റെ ഇന്നിങ്സ് ഏറ്റവും എടുത്ത് പറയുന്നത്. കാരണം തുടക്കത്തിൽ വിക്കറ്റ് പോയതിനു ശേഷം ആ ടീമിന് ആ സ്കോർ റേറ്റ് കുറയാതെ ഹാരി ബ്രൂക്ക് ഉണ്ടായത്. അടിക്കൊക്കെ അമ്മാതിരി പവർ. എക്സലന്റ് T20 പ്ലെയർ ആണ്. അല്ലെങ്കിൽ ടെസ്റ്റും T20 ഓടി ഒരുപോലെ കളിക്കാവുന്ന പക്ക 3-4 പ്ലെയർ ആണ്. ഭയങ്കര അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നിപ്പോകും ചില സമയത്തൊക്കെ. നമ്മളാരും അതിൻ്റെ അടുത്ത് പറയാറില്ല ഹാരി ബ്രൂക്കിന്റെ ഒരു പ്ലെയർ എന്ന രീതിയിൽ മികവിനെ പറ്റി. പക്ഷെ IPL ഒന്നും അദ്ദേഹം കളിക്കാത്തതുകൊണ്ടായിരിക്കും, ബാനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ IPL ഒക്കെ തീർച്ചയായിട്ടും കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്ലെയർ. എക്സലന്റ് T20 ബാറ്റർ. ഹിറ്റിനൊക്കെ എന്ത് പവറാന്ന് പറയും. പവർ ഹിറ്റിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ കാഴ്ചകൊണ്ടിരുന്നത്. അക്സർ പട്ടേലിനെയൊക്കെ അടിച്ചെന്ന് നിലംപരിശാക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ ഇംഗ്ലണ്ട് ഫസ്റ്റ് വിക്കറ്റ് പോയി, പിന്നീട് എവിടെയും നിർത്തിയില്ല. അവരുടെ ഹൈയസ്റ്റ് പാർട്ണർഷിപ്പ്, അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ T20 ക്രിക്കറ്റിൽ സെക്കൻഡ് ബെസ്റ്റ് പാർട്ണർഷിപ്പാണ് ഇന്ന് രണ്ടുപേരും കൂടിയിട്ട് ഹാരി ബ്രൂക്ക് അതുപോലെ ബട്ട്ലറും കൂടി ഉണ്ടാക്കിയത്. ബട്ട്ലറിന്റെ സെഞ്ചുറി ഹാരി ബ്രൂക്കിന് 90+ ആയപ്പോൾ 257 എന്ന് പറയുന്ന പട്ടുകൂറ്റൻ സ്കോറാണ് ഇംഗ്ലണ്ട് സെറ്റ് ചെയ്ത് വെച്ച് ഇന്ത്യക്ക് മുന്നിലോട്ട്. അപ്പോൾ ഇന്ത്യൻ ബോളർമാരെല്ലാവരും നല്ല രീതിക്ക് തല്ല് വാങ്ങി. ആരും അങ്ങനെ മികച്ച രീതിയിൽ എറിഞ്ഞിട്ടില്ല. പ്രിൻസ് യാദവ് ആയാലും അക്സർ പട്ടേലൊക്കെ നല്ല രീതിക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യ ബാറ്റിംഗിൽ ഈ സ്കോർ ചേസ് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അഭിഷേക് ശർമ്മ തുടക്കം തന്നെ പുറത്താവാണ്. ആർച്ചറിന്റെ ബോളിൽ അദ്ദേഹം കീപ്പർ ക്യാച്ചർ പുറത്താവാണ്. പിന്നീട് നമ്മുടെ സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ 6 ഒക്കെ അടിച്ച് തുടങ്ങി, 4 ഒക്കെ അടിച്ച് നല്ല രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 27 റൺസിൽ സാംകറിന്റെ ഒരു ബോളിൽ ഒരു സിമ്പിൾ ക്യാച്ചിലേക്ക് അദ്ദേഹം പുറത്താവാണ്. അപ്പോൾ 27 റൺസ് എന്ന് പറയുന്നത് ഒരു മോശം സ്കോർ അല്ല T20.
പക്ഷെ സഞ്ജു സാംസണെ സംബന്ധിച്ച് ഈ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്ന സിറ്റുവേഷനാണ്. കാരണം ഓൾറെഡി അടുത്ത സീരീസിൽ അദ്ദേഹം ഇല്ല. ആ സിംബാബ്വെക്കെതിരാണ് സീരീസ്. തീർച്ചയായിട്ടും വൈഭവ് സൂര്യവംശിക്ക് എന്തെങ്കിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കാവുന്ന ലെവലിലോട്ട് എത്തും. കാരണം സഞ്ജു സാംസന്റെ സ്ഥാനത്തിന് മാത്രമേ ഭീഷണിയുള്ളൂ. കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് ഫോമില്ലാതിരുന്ന തിലക് വർമ്മ അതുപോലെ തന്നെ ഇഷൻ കിഷനൊക്കെ ഫോമിലോട്ട് തിരിച്ചെത്തിയത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ ശിവം ദൂബെ എന്ന് പറയുന്ന പ്ലെയർ, ഞാൻ CSK ഫാനാണ്, അതുകൊണ്ട് ശിവം ദൂബെ CSKക്ക് വേണ്ടിയിട്ട് ഈ സീസണിൽ കാഴ്ചവെച്ച ഫീൽഡിങ്ങിലെ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതേ മിസ്റ്റേക്സ് തന്നെ അദ്ദേഹം ഇന്ത്യൻ ടീമിലും വന്ന് കാണിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ നോർമലി ബാറ്റിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഫീൽഡിങ്ങിൽ ഭയങ്കര പരാജയം. ആര്യ ബ്രൂക്കിന്റെ ഒരു ക്യാച്ചാണ് അദ്ദേഹം തുടക്കത്തിൽ വിട്ട് കളഞ്ഞത്. അതിന്റെ ഒരു റിസൾട്ടാണ് ഇന്ത്യ ഇത്രയും വലിയൊരു തോൽവിയിലോട്ട് പോകാനായിട്ട് കാരണം. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ 257 റൺസിനെതിരെ 201 റൺസിൽ ഇന്ത്യ ഇന്നിങ്സ് അവസാനിപ്പിക്കുമ്പോൾ 56 റൺസിന്റെ വലിയൊരു തോൽവി ഇന്ത്യക്ക്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ തോൽവി അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു നല്ലൊരു തോൽവിയാണെന്ന് പറയാം. അത് അത്രേ ഉള്ളൂ, അല്ല അത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ തോൽവി എന്തായാലും ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വിചാരിക്കുന്നത്. കാരണം മത്സരത്തിന് മുൻപ് അദ്ദേഹത്തിന് കുട്ടിയെടുത്ത് വെക്കുന്നൊരു ഫോട്ടോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ക്യാപ്റ്റൻ ലീഡർ എന്ന് എഴുതിയ ടീഷർട്ടാണ് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ സെഞ്ചുറി അടിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം എന്നോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു T20. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ മത്സരം കാണുന്നൊരു ഫോട്ടോ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു, ഫോണിൽ മത്സരം കാണുന്നത്. അപ്പോൾ T20 ക്രിക്കറ്റ് ടീമിൽ നിന്ന് അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞത് അൺഫെയർ ആണെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഫോം കുറവായിരിക്കാം, ഓക്കെ, ബട്ട് ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഇത്രയും മോശം അവസ്ഥയിലൂടെ ഇന്ത്യൻ ടീമിനെ അദ്ദേഹം കൊണ്ടുപോയിട്ടില്ല. ശ്രേയസ് അയ്യർ ആസ് എ ബാറ്റർ എന്ന രീതിയിൽ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ടെങ്കിൽ പോലും ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഭയങ്കര പരാജയമായിട്ട് മാറിയേക്കാണ്. കാരണം ഓൾറെഡി വേൾഡ് ചാമ്പ്യൻസ് ആയി ഇന്ത്യ, അത്രയും ടാലന്റ് പൂൾ, അത്രയും വലിയൊരു ടാലന്റ് പൂൾ T20യിലുള്ള ഇന്ത്യ, എല്ലാ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ്. ഒരു സ്ഥലത്ത് പോലും നമുക്ക് പ്രശ്നമില്ല. എന്നിട്ട് പോലും ഇന്ത്യ അയർലാൻഡിനോട് പരാജയപ്പെട്ടു, ഇംഗ്ലണ്ടിനോട് വൈറ്റ് വാഷായി. ഇന്ത്യയിലെ ഫ്ലാറ്റ് പിച്ചുകളിൽ നല്ല ബാറ്റിംഗ് ഫ്രണ്ട്ലി ട്രാക്കുകളിൽ മാറിക്കഴിഞ്ഞാൽ ഇന്ത്യക്കൊരു ചുണ്ണാക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ ടീമിന്റെ ഒരു പരാജയമാണ്. നല്ലൊരു കണ്ടീഷനിൽ, നമുക്ക് ഫേവറബിൾ കണ്ടീഷനിൽ മാത്രം കളിച്ച് ജയിച്ചു പോകാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്തുള്ള ODI വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്കയിലാണ്. അവിടെ ബോളിംഗ് കണ്ടീഷൻസ് ഒക്കെ വേറെയാണ്. നമ്മൾ ഇവിടെ ഇന്ത്യയിലത്തെ ബാറ്റിംഗ് കണ്ടീഷൻ പോലെ ആവില്ല അവിടുത്തെ ബാറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കണ്ടീഷൻസിലും കളിച്ചാൽ മാത്രമാണ് നമുക്ക് എല്ലാ ടൂർണമെന്റ്സും അടിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ബൈലാറ്ററൽ സീരീസുകളിലെ തോൽവി അത്ര വലിയ പ്രശ്നമല്ലെങ്കിൽ പോലും ഒരു ടൂർണമെന്റിലും ഈ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെങ്കിൽ എന്തായാലും വലിയ പ്രശ്നമാവും. അപ്പോൾ തന്നെ നമ്മളോട് നിർത്തുകയാണ്. അപ്പോൾ വീണ്ടും വീഡിയോസ് ഒക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക മത്സരത്തെ പറ്റിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു സാംസന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട്, ഈ പെർഫോമൻസ് മതി പോലെ ഇനിയും ബെറ്റർ ആക്കിയിട്ട് വല്ല കാര്യമുണ്ടോ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റിലിടുക. അപ്പോൾ ശ്രേയസ് അയ്യറിൻ്റെയും ടീമിൻ്റെയും നമ്മുടെ BCCI ടീമിൻ്റെയും ഈ ഒരു സീരീസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സീരീസ് ആയിട്ട് അവർ വരുന്നതായിരിക്കും. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം ODI സീരീസ് ഉണ്ട്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവർ ഓൾറെഡി പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. ODIയിലെങ്കിലും ജയിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും താങ്ക് യു.